ഇസ്ലാമിൻ്റെ പ്രചരണാർത്ഥം വന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ് നമ്മളിൽ വന്നിരിക്കുന്ന മഹാനായ ഫരീദ് ഔലിയ ബാബ റളിയല്ലാഹു അൻഹു. ഒരുപാട് കറാമത്തുകളും ജീവിത വിശുദ്ധി കൊണ്ട് ഒരുപാട് മഹത്വങ്ങളും പവിത്രതകളും നേടിയെടുത്ത വലിയൊരു സൂഫിവര്യനും വലിയുമാണ്. ഒരാളുടെയും കണ്ണിൽപ്പെടാതെ ഒരാളും അറിയാതെ ജീവിതകാലത്ത് ഒന്നിനോടും താല്പര്യമില്ലാതെ അദ്ദേഹം ഇബാദത്തുമായി കഴിച്ചു കൂട്ടിയ സ്ഥലമാണെന്ന് നമ്മൾ കോടമല പ്രദേശം. കാലഘട്ടത്തിൻ്റെ കണക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാലമൊന്നും അധികം എവിടെയും രേഖപ്പെട്ട് കിടക്കുന്നില്ല. പരിചയസമ്പത്തുള്ള ചില ആളുകളൊക്കെ പറയുന്നത് 1700 കാലങ്ങളിലാണ്, 1800-ൻ്റെ തുടക്കത്തിലാണ് എന്നൊക്കെ രേഖകളിൽ കാണാം. ആ കാലത്തൊന്നും ഈ കാണുന്ന വിശാലമായ ക്യാമ്പസും പള്ളിയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഈ പ്രദേശം കാട് പിടിച്ച് കിടക്കുന്ന, ഒരാളും വരാത്ത, ഒരാൾക്കും എത്തിപ്പെടാനാവാത്ത അത്രയും വലിയൊരു വനമേഖലയായിരുന്നു. ഒരാളുടെയും കണ്ണിൽ പെടാതെ മഹാനഗരങ്ങളിലൂടെ ഇബാദത്ത് ചെയ്യാം. ഒരുപാട് വർഷം ജീവിച്ച് അവസാനം ഇവിടെ അദ്ദേഹം മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വഫാത്തായി പോവുകയാണ്. അങ്ങനെ ഈ സമീപ പ്രദേശത്തുള്ള 2-3 ആളുകൾ ഒരേ ദിവസം ഒരേ സമയത്ത് ഒരുപോലത്തെ സ്വപ്നം കാണുന്നു. ഇന്ന സ്ഥലത്ത് ഇന്ന പ്രദേശത്ത് ഒരു മരത്തിൻ്റെ അടുത്ത് വലിയൊരു മരം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ അതൊക്കെ വിശദീകരണത്തിന് വേണ്ടി വിശാലമായ സൗകര്യങ്ങൾക്ക് വേണ്ടി മുറിച്ചു മാറ്റപ്പെട്ടതാവും. അന്ന് ആ സ്വപ്നത്തിൽ ഈ അടയാളം കൊടുത്തിരുന്ന മരമാണ്. ആ മരത്തിൻ്റെ അടുത്ത് ഒരു മഹാൻ വഫാത്തായിട്ടുണ്ട്, മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെ അവിടെ തന്നെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞ് ചില ആളുകൾ സ്വപ്നമുണ്ട്. താൻ കണ്ട സ്വപ്നത്തെ ജനങ്ങൾക്കിടയിൽ വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ അതേ സ്വപ്നം ആ നാട്ടിലുള്ള പല ആളുകളും അതേ സമയത്ത് കണ്ടതായി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വപ്നത്തിൽ കണ്ട അടയാളങ്ങൾ അന്വേഷിച്ച് ഒരുപാട് മലകളും കാടുകളൊക്കെ താണ്ടി ഇവിടെ എത്തുകയും ആ മരത്തിൻ്റെ ചുവട്ടിൽ മഹാനായ ഫരീദ് ഔലിയ ബാബ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്നത് കാണുകയും ചെയ്യാം. ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളാണ്. മഹാനവറുകൾ അവിടെ വഫാത്തായി കിടക്കുന്നത് കണ്ടു. പക്ഷേ ഞങ്ങൾ കണ്ട മനുഷ്യൻ, സ്വപ്നത്തിൽ കണ്ട മനുഷ്യൻ ഇദ്ദേഹം തന്നെയാണോ എന്ന സംശയം ആ കൂട്ടത്തിൽ പല ആളുകൾക്കും വന്നു. വേറെ ആരെങ്കിലും ആവാൻ സാധ്യത ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇദ്ദേഹം തന്നെ ആവുക എന്ന സംശയം വന്നു. അന്ന് ആ കൂട്ടത്തിൽ ഒരു ആര്യമായ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അപ്പോൾ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഞങ്ങൾക്കത് ഉറപ്പിക്കാൻ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരണം എന്ന പ്രാർത്ഥനയുടെ ഫലമായി വഫാത്തായി കിടക്കുന്ന ഫരീദ് ഔലിയ ബാബാന്റെ നെറ്റിത്തടത്തിൽ ഒരു മുറിവ് ഉണ്ടാവുകയും മരണപ്പെടാത്ത മനുഷ്യരിൽ നിന്ന് ഉത്ഭവിക്കുന്നത് പോലെയുള്ള ചുടുരക്തം അദ്ദേഹത്തിൻ്റെ ആ മുറിവിൽ നിന്ന് ഒലിച്ചിറങ്ങുകയും ചെയ്തപ്പോഴാണ് അവർ ഇത് തന്നെയാണ് നമ്മളൊക്കെ സ്വപ്നത്തിൽ കണ്ട വലിയ എന്ന് മനസ്സിലാക്കി ഇവിടെ മറവ് ചെയ്യുകയും ചെയ്തു. ആ കാലത്ത് ഈ സമൂഹത്തെ വല്ലാതെ ബാധിച്ച വലിയൊരു മുസീബത്തായിരുന്നു വസൂരി എന്ന അസുഖം. ജനങ്ങളെ വല്ലാതെ പിടിപെടുകയും അത് ബാധിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികളും വാർദ്ധക്യമെത്തിയവരും യുവാക്കളൊക്കെ മരണപ്പെടുകയും ചെയ്തു. അതേ അസുഖത്തിൽ തന്നെയാണ് മഹാനായ ഫരീദ് ഔലിയ ബാബയും വഫാത്താകുന്നത്. അദ്ദേഹവും വസൂരി ബാധിച്ചിട്ടാണ് മരണപ്പെടുന്നത്. പക്ഷേ ആ അസുഖത്തിനുള്ള തക്കമായ ഫലം ഈ മക്ബറയിൽ അന്ന് മുതലേ ഈ നാട്ടുകാരും സമീപ നാട്ടുകാരൊക്കെ അനുഭവിച്ചു വരികയാണ്. എല്ലാവരുടെ അസുഖം മാറ്റുന്ന ആളുകൾ എന്നാൽ അവർക്ക് എന്തുകൊണ്ട് വസൂരി വന്നു, അവരെ അസുഖം എന്തേ മാറ്റാത്തത് എന്ന സംശയം ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ വരാൻ പറ്റില്ല. മഹാനായ സി എം വലിയുല്ലാഹി
റളിയല്ലാഹു അൻഹു ഈ അടുത്ത കാലത്ത് വഫാത്തായ വലിയ കണ്ടവർ നമ്മുടെ വാപ്പമാരും വല്യപ്പന്മാരൊക്കെ കണ്ടനുഭവിച്ച വലിയ വിലായത്തിനുടമയാണ്. മഹാനവറുകൾ എത്രയോ ആളുകളുടെ മാരകമായ അസുഖങ്ങളാണ് ഭേദപ്പെടുത്തുന്നത്. വലിയ ഓപ്പറേഷന് വിധേയമാക്കപ്പെട്ട രോഗങ്ങളൊക്കെ ഒരൊറ്റ വാക്കുകൊണ്ട് അസുഖം മാറ്റിക്കൊടുക്കുന്ന വലിയ. പക്ഷേ മഹാനായ സീമലിയുള്ള വഫാത്താകുന്നത് ക്യാൻസർ ബാധിച്ചിട്ടാണ്. അവർക്ക് ദുനിയാവിനോട് താല്പര്യമില്ല, എന്നെ ബാധിച്ച അസുഖം മാറണം എന്ന ആഗ്രഹമില്ല. അള്ളാഹു നൽകിയ ആ പരീക്ഷണം അത് അതുപോലെ കൊണ്ടു നടക്കാനും അങ്ങനെ തന്നെ വഫാത്തായി പോകാനും ആഗ്രഹിക്കുന്ന വലിയ മഹത്വത്തിനുടമയുള്ള ആളുകൾ അവരൊക്കെ അങ്ങനെ മരണപ്പെട്ടു പോയി. നമുക്ക് വീണ്ടും ജീവിക്കണം, ദുനിയാവിൽ ഇനിയും ജീവിക്കാൻ ആഗ്രഹമാണ്, അസുഖം മാറണം എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലാണ്. അതിനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കുകയും ചെയ്യും. അതാണ് നമ്മളും ഔലിയാക്കളൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ചുരുക്കി പറഞ്ഞാൽ അന്നു മുതലേ ഈ സമീപ നാട്ടിലുള്ള എല്ലാവരും ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ മഹാനവറുകളുടെ മക്ബറയിലേക്ക് നേർച്ചയാക്കുകയും അദ്ദേഹത്തിൻ്റെ മക്ബറയിൽ വന്ന് ശമനം ദുആ ചെയ്യുന്നതോടെ വസൂരി എന്ന മാറാവ്യാധി നമ്മൾ വിട്ടുപിരിയുകയും അതിൽ നിന്ന് ജനങ്ങളൊക്കെ മുക്തമാവുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അതിനുശേഷം ഇന്നുവരെയും ഒരാളും അറിയാതെയും ഒരാളും പറയാതെ ഒരാളോടും മിണ്ടാതെ കാണിക്കാതെ രഹസ്യമായ ഇബാദത്ത് ചെയ്തിരുന്ന ഈ മഹാമനീഷിയുടെ സമക്ഷത്ത് ഇന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് എത്രയോ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹാനുഭാവൻ്റെ മക്ബറയെ അന്വേഷിച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുക. അതൊക്കെ അവിടുത്തെ കറാമത്തിൻ്റെയും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വീകാര്യതയുടെയും അടയാളം. നമ്മളും ചെയ്യുന്നത് വലിയ പുണ്യമുള്ള അമലുകളാണ്. ഒരു നാട്ടിലുള്ള മുഴുവൻ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും പറഞ്ഞ് അത് ഏൽപ്പിച്ചു കൊടുക്കാം. മഹാനായ ഉടമലപ്പാപ്പാൻ്റെ അമറത്തിലാണ് നമ്മൾ